നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ 3 ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് 68 ലക്ഷം രൂപ കവർന്നു എന്നതാണ് ഇവർക്കെതിരായ കേസ്. അയ്യോ ഞാനോ മനസാ വാജാ കർമ്മണ വേണ്ട ഉരുളണ്ട പറലണ്ട. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറഞ്ഞത് ഈ 3 പേരും ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയതിന് ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ്. ബാങ്ക് രേഖകൾ അടക്കം ഇതിന് തെളിവായുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. പ്ലേറ്റ് മാറ്റരുത്. അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? ദിയയ്ക്ക് ടാക്സിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ദിയയാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത് ഇങ്ങനെ വീക്കിലിയോ ഞാൻ എന്നാണോ ഓഫീസിൽ വരുന്നത് അത് നിങ്ങൾ പ്രോഡക്റ്റൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്തു വിടത്തില്ല. അതിൻ്റെ കൂട്ടത്ത് കുറേ സെൽഫ് അറ്റസ്റ്റ് കവറിൽ റാപ്പ് ചെയ്ത് ക്യാഷ് കൊടുത്തു വിട്ട് ആദ്യം ദിയ തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ജാതീയമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ചെയ്താലും ദിയ നമ്മളെങ്ങനെ ദിയയ്ക്കെന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം. അങ്ങനെ നിൽക്കണം ഒരാൾ. രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു ഇന്ന് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതെ അതുപോലെയാണ് സംസാരിക്കുന്നത്. അയ്യോ ദാരിദ്ര്യം. ജീവനക്കാരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം. ജീവനക്കാർ തട്ടിപ്പ് നടത്തിയതായി തെളിയിക്കുന്ന വ്യക്തമായ രേഖകൾ ഉള്ളതായി ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ജീവനക്കാർ അന്വേഷണവുമായി ഒരു ഘട്ടത്തിലും സഹകരിക്കുന്നില്ല എന്ന് ജാമ്യ ഹർജിയെ എതിർത്ത് ക്രൈംബ്രാഞ്ച് ഇന്നലെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളൊക്കെ പഠിച്ചവനാണ് ഞാൻ. ഭീഷണിപ്പെടുത്തി 8 ലക്ഷം രൂപ വാങ്ങിയ ശേഷം കൃഷ്ണകുമാറും മകൾ ദിയയും ചേർന്ന് തട്ടിക്കൊണ്ടുപോയതായി ജീവനക്കാരും വാദിച്ചു. ഇത് കണ്ടു തുടങ്ങിയ ദിവസം തൊട്ട് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ ഭാഗത്താണ് ന്യായം, ഞങ്ങളിതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളതല്ല. പക്ഷേ ഇവരത് ചാനലിൽ വന്ന് എടുത്തിട്ട് നമ്മളെ ഉടുക്കുക എന്നൊക്കെ പറയില്ലേ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പക്ഷെ ഇപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഈ കയ്യടി വാങ്ങിക്കാനായിട്ട് അവർക്ക് ആരോ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. മാത്രമല്ല ഇവിടെ നിന്ന് കട്ട പൈസ കയ്യിലിരിക്കുമ്പോൾ അതെടുത്ത് കൊടുത്തുകൊണ്ടിരുന്നവർക്ക് ഒരു സ്ത്രീ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ സമയത്ത് പോലും ഇവൾ ഒരിക്കലും വിശ്വസിച്ചില്ല, സംശയിച്ചില്ല ഇവരിത് ചെയ്യുന്നു. അത്ര സ്നേഹത്തിലിരുന്ന വിശ്വാസവഞ്ചനയുടെ ഏറ്റവും കടുത്ത ഇതാണ് അവർ കാണിച്ചത്. എന്നോടിത് വേണ്ടായിരുന്നു. ഇനി കൂടി വന്ന എന്ത് സംഭവിക്കുന്ന എല്ലാവർക്കും അറിയാം. മേൽക്കോടതികളിൽ പോയാലും ഇവർക്ക് ഒരു കാര്യം ഉറപ്പ്, കാരാഗൃഹമാണ് ഇവരുടെ അവസാനം. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. പ്രത്യേകിച്ച് നിങ്ങളൊരു വീഡിയോ ഇറക്കിയിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് അവർ തന്നെ അവർ ചെയ്ത കുറ്റം ഏറ്റുപറയുന്നു. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി എന്തോ ഇറക്കിയ പോലെ ഒരു വീഡിയോ, അവരുടെ കംപ്ലീറ്റ് നാശത്തിന് ആ വീഡിയോ കാരണമായി പോയി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.